യെസ് സ്റ്റുഡൻസ്, നമ്മളിനി 22ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അഗെയിൻ ഇറ്റ്സ് പാർട്ട് ഓഫ് GOC. GOCയിലെ നമ്മുടെ എസ്റ്റിമേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, അതായത് പെർസെൻറ്റേജ് സൾഫർ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. 160 milligram of an organic compound gives 466 milligram of barium sulfate. The percentage of sulfur in the compound. അപ്പോൾ നമുക്ക് ആദ്യം നമ്പർ ഓഫ് മോൾസ് ഓഫ് ബേരിയം സൾഫേറ്റ് നോക്കാം. അപ്പോൾ 466 into 10 raised to minus 3 gram divided by molar mass of barium sulfate is 233. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ 2 എന്ന് കിട്ടും. അപ്പോൾ 2 into 10 raised to minus 3 മോൾസ് ആണ് ഗ്രാം പെർ മോൾ. അപ്പോൾ ഗ്രാം ക്യാൻസൽ ചെയ്ത് മോൾ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബേരിയം സൾഫേറ്റ് ഇസ് 2 into 10 raised to minus 3. അപ്പോൾ ഒരു ബേരിയം സൾഫേറ്റിൽ ഒരു സൾഫർ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 2 into 10 raised to minus 3 ആണ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് സൾഫർ എന്താണ്? 2 into 10 raised to minus 3 into മോളാർ മാസ് ഓർ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് സൾഫർ, ദാറ്റ് ഇസ് 32. അപ്പോൾ എനിക്കിവിടെ 64 into 10 raised to minus 3, ദാറ്റ് ഇസ് ദ വെയിറ്റ് ഓഫ് സൾഫർ. ഇനി പെർസെൻറ്റേജ് വെയിറ്റ് എന്താ? പെർസെൻറ്റേജ് വെയിറ്റ് ഈക്വൽ ടു weight of sulfur divided by weight of organic compound. Weight of organic compound is 160 into 10 raised to minus 3 into 100. So 10 raised to minus 3 cancel ചെയ്തു, 0 ഇവിടെ cancel ചെയ്തു, 64 ഉം 16 cancel ചെയ്ത് ഇവിടെ 4 എന്ന് വരും. 4 into 10 is 40. So the answer is 40%. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോർമുല വെച്ചിട്ട് ചെയ്യുക. ഞാനിവിടെ മോൾ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്തത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. താങ്ക് യു.